നമ്മളങ്ങനെ രാവിലെ എണീച്ചപ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ, അടിപൊളിയല്ലേ, ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോൾ ദീദിനോട് യാത്ര പറഞ്ഞു കേട്ടോ. അപ്പോൾ ദീദി പറയുമ്പോൾ ആ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടാ പാവം. അങ്ങനെ ദീദിനോട് യാത്ര പറഞ്ഞ് അങ്ങനെ ഇവരെയും കണ്ടട്ടാ, ഇവരോടൊക്കെ യാത്ര തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പോകുന്നത് ലുങ്ലായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. പോണ റൂട്ടൊക്കെ അടിപൊളിയാണ്, ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഒരു കൃഷിയിടം കേട്ടോ, അടിപൊളിയല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഇട്ടേട്ടാ. അപ്പോഴത്തേക്കും ഒരു സ്ഥലം കിട്ടി, എൻ്റെ കയ്യിൽ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പൂളി കഴിച്ച് നല്ല പഴുത്ത മാങ്ങയായിരുന്നു, നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ തോർന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ പോണ റൂട്ടിലുണ്ടല്ലോ ഒരു വില്ലേജ് എത്തിയിട്ടാ. അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ. നമ്മളവിടെ ജസ്റ്റ് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു മരമില്ലേ പെട്ടെന്ന് മറിഞ്ഞു വീണ കേട്ടോ. അതൊക്കെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഒരു പുള്ളി സിനിമ സ്റ്റൈലിലൊക്കെ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയിട്ടാ. അങ്ങനെ പുള്ളീനോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. ഈ ഒരു കാണുന്ന സംഭവമല്ലേ, ഇതൊരു മണ്ണിടിച്ചിൽ തടയാനുള്ള സംഭവം ഉണ്ടോ. അതൊക്കെ ഇനി വീണ്ടും രണ്ടാൾക്കാരെ കണ്ടുകൂട്ടി. അതൊക്കെ ഇനി അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സംഭവമില്ല, എന്തൊരു ബിൽഡിംഗ് ആണ് ഇത്, ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേലേക്ക് വീണിട്ട്. ഇത് മണ്ണിടിച്ചിൽ വീണതാണ്. ഈ ഒരു പുള്ളിയില്ലേ, പുള്ളിയുടെ മോൻ നമ്മുടെ നാട്ടിൽ വെച്ച് മരണപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു പുള്ളിയാണ് എന്നോട് പറഞ്ഞത്. പുള്ളി പോവാറായപ്പോൾ എനിക്കുണ്ടല്ലോ ഒരു മാസം കൊണ്ട് നിന്നിട്ടാ. അങ്ങനെ ഏകദേശം രാത്രിയായി.